These program brought to you by Lucky Center and Lucky Department Store, Ajuman. Al Hamour Restaurant, Al Bidia and Dibba. നമസ്കാരം. അവർ ടി വി 24/7 അക്ഷരപ്പുലരിയിലേക്ക് സ്വാഗതം. അധ്യാപകരായ കവികൾ, ആരോഗ്യപ്രവർത്തകരായ എഴുത്തുകാർ, വാണിജ്യരംഗത്ത് ശോഭിക്കുന്ന അതേസമയം അക്ഷരത്തെ നെഞ്ചോട് ചേർക്കുന്ന മനുഷ്യർ, പ്രവാസിയുടെ സാഹിത്യ ലോകത്ത് വ്യത്യസ്തരായ പലതരം മനുഷ്യരുണ്ട്. അഭിഭാഷകനായ എഴുത്തുകാരായ മനുഷ്യരുടെ മനോഹരങ്ങളായ ചിത്രങ്ങളെടുക്കുന്ന, അതിൻ്റെ പേരിൽ റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള പ്രവീൺ പാലക്കിയിലാണ് ഇന്ന് അക്ഷരപ്പുലരിയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. നമസ്കാരം പ്രവീൺ. നമസ്കാരം. ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചാൽ ആദ്യം എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ മുന്നേയുള്ള എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. പ്രവീണേട്ടൻ അഭിഭാഷകനാണല്ലോ, എന്തുകൊണ്ടാണ് ആ പ്രവൃത്തി ഒരു തൊഴിൽ മേഖലയായിട്ട് സ്വീകരിക്കാതെ വരുന്നത്? ഞാൻ പഠനം കഴിഞ്ഞിട്ട് എൻറോള് ചെയ്തതിന് ശേഷമാണ് ഗൾഫിലേക്ക് വരുന്നത്. ഇവിടെ എനിക്ക് അഭിഭാഷകരെ അന്നേരം ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ട്രൈ ചെയ്തിരുന്നു ഈ അഭിഭാഷക വൃത്തിയിൽ നിന്ന് എനിക്ക് ഒരു ജോലി തരപ്പെടാൻ വേണ്ടി. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഞാൻ വേറെ ജോലിയിലേക്ക് കടക്കുന്നത്. സോ വളരെ സ്വാഭാവികമായിട്ടാണ് അത്തരം ഒരു തിരഞ്ഞെടുപ്പ് നടത്താതിരുന്നത്. ആ ഒരു ജോലി ലഭിക്കാത്തതിൻ്റെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിരുന്നു അതിൻ്റെ തുടക്കം. പിന്നീട് ഞാൻ അതിലേക്ക് പോയില്ല. പിന്നെ ഇവിടെ പരിചയം ആയി എനിക്ക്, പക്ഷേ പിന്നീട് എനിക്ക് അതിലേക്ക് പോകാൻ അവസരം നിയമം പഠിക്കാനുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഞാൻ നിയമം പഠിക്കണം എന്ന് കരുതി പഠിച്ചതല്ല. എൻ്റെ വീട്ടിൽ സാഹചര്യം അങ്ങനെ ആയിരുന്നു. എൻ്റെ ചേച്ചി നന്നായി പഠിക്കുമായിരുന്നു, ഡോക്ടറാണ്. അനുജൻ നന്നായി പഠിക്കുമായിരുന്നു, അവൻ ഡോക്ടറേറ്റ് പ്രൊഫസറാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അച്ഛന് എന്നെ ഒന്ന് പഠിപ്പിച്ച് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ലോ കോളേജിൽ ചേർന്ന് പഠിച്ചു. സ്വാഭാവികമായി എല്ലാ വീടുകളിലുള്ള പഠന സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചതാണ്. ഈ നിയമം അറിയുന്ന ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ നിയമം പഠിച്ച ഒരു എഴുത്തുകാരനായിരിക്കുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മെച്ചമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എഴുത്തിൽ എനിക്ക് പ്രത്യേകിച്ച് മെച്ചം ഉണ്ടായിട്ടില്ല, എനിക്ക് വ്യക്തിപരമായിട്ട്. കാരണം ഞാൻ എഴുതിയതൊന്നും ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ഓരോ വ്യക്തിയും നിയമം പഠിച്ചിരിക്കണം. കാരണം എന്താണ് നിയമം എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും ഓരോ വ്യക്തിയും പഠിച്ചിരിക്കേണ്ടതാണ് ഇന്ത്യൻ ലോ. അതുകൊണ്ട് ഞാനും ആ തരത്തിൽ 2002 ഞാൻ ഇവിടെ വരുന്നത്. എനിക്ക് വിസ കിട്ടിയത് ഒരു കടയുടെ വിസയാണ്. അപ്പോൾ ഒരു റെഡിമെയ്ഡ് ഷോപ്പാണ്, വേറെ ആരുമില്ല, എനിക്ക് മാത്രം കിട്ടിയൊരു വിസയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വന്നു. അപ്പോൾ ഒറ്റപ്പെട്ടിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആകെ എനിക്കൊരു ആശ്രയം എന്ന് പറയുന്നത് റേഡിയോ ആയിരുന്നു. അന്നാണ് KPK വെങ്ങര, UAE മലയാളത്തിൻ്റെ ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്ന KPK വെങ്ങര റേഡിയോയിൽ UAQ റേഡിയോയിൽ വരുന്നത്. അപ്പോൾ അതിൽ വൈകിട്ട് ഒരു 4-5 മണി ആ സമയത്താണ് ഈ കഥകൾ വരുമായിരുന്നു, മറ്റുള്ളവരുടെ കഥ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു കഥ അങ്ങനെയാണ് റേഡിയോന് അയച്ചു കൊടുക്കുന്നത്. അതായത് അന്ന് പോസ്റ്റലാണ്, മൊബൈലില്ല. അയച്ചു കൊടുക്കുന്നത്, അദ്ദേഹം വായിക്കുന്ന, അതിൽ പാട്ട് ചേർത്തിട്ട് 1 മണിക്കൂർ പരിപാടിയായിട്ട് അത് വരുന്നത്. അങ്ങനെയാണ് KPK വെങ്ങര ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫ്രീ ടൈമേ ഉള്ളൂ. കാരണം കടയിൽ അറബി സാധനങ്ങളാണ്, ആരും വരാറില്ല. തുടക്കം അങ്ങനെയായിരുന്നു. അതൊരു 6 മാസം കൊണ്ട് പൂട്ടിച്ച് ഞാൻ. അതാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഉള്ള കുറേ എഴുത്തുകളാണ് പിന്നീട് 2018 വരുന്നത്. ആ കഥാകേൾവികൾ സ്വാധീനിച്ചിട്ടുണ്ട്, എഴുത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് 2018 അതിനുശേഷം. കാരണം ഞാനിവിടെ ഈ അക്ഷരക്കൂട്ടുമായി ബന്ധപ്പെടുന്ന തന്നെ 2004 സാദിഖ് കാവിൽ എന്ന് പറയുന്ന മനോരമയുടെ ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റിൽ അവന് ഞാൻ ഒന്നിച്ച് ലോ കോളേജ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ആകെ എനിക്ക് സാഹിത്യ ലോകത്ത് അറിയാവുന്നത് ഈ സാദിഖ് കാവിലിനെയാണ്. അപ്പോൾ സാദിഖ് കാവിൽ എന്നെ വിളിച്ചിട്ട് ആണ് ആദ്യമായിട്ട് ഞാൻ ഷാർജ ബുക്ക് ഫെയറിലേക്ക് വരുന്നത്. അതിന് മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാ എഴുത്തുകാരെയും പരിചയപ്പെടുന്ന ആ സമയത്താണ്. ഉണ്ണി കുലുക്കല്ലൂർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ ഉണ്ണിയെ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ അക്ഷരക്കൂട്ടം ഒരു ഇടവേള കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. അതായത് ഇപ്പോൾ 25 വർഷം അക്ഷരക്കൂട്ടം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒരു ഇടവേളയുണ്ടായിരുന്നു. അപ്പോൾ ആ ഇടവേള ആ സമയത്താണ് ഉണ്ണി കുലുക്കല്ലൂർ പ്രവർത്തനത്തിൻ്റെ ഇടവേള ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി കുലുക്കല്ലൂർ വരുന്നു, വെള്ളിയോടൻ, ഞാൻ, അപ്പോൾ ജയറാം സ്വാമി ഇപ്പോൾ തിരുവനന്തപുരത്തില്ല, അദ്ദേഹം ഉണ്ടായിരുന്നു,
ഈ സർഗ ടീച്ചർ, റോയിച്ചൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ സജീവമായിട്ട് നമുക്കൊരു അക്ഷരക്കൂട്ടം തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞ് അക്ഷരക്കൂട്ടം തുടങ്ങുകയും ഷാർജ ബുക്ക് ഫെയറിൽ നമ്മൾ സ്റ്റാൾ ഇടുകയും അതിനെ തുടർന്നാണ് പഴയ ഇപ്പോൾ ഷാജി ഹനീഫിനെ പോലെയുള്ള പഴയ മുൻകാലത്തുള്ള അവർ കൂടിച്ചേർന്ന് രണ്ടാമത് നമ്മൾ അക്ഷരക്കൂട്ടം രണ്ടാമത് ഒരു പുനരാരംഭിക്കുന്നത്. ഈ 2004 മുതൽ ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ ഈ എഴുത്തുകാരുടെ മാത്രമല്ല, മറ്റ് ഇപ്പോൾ സിനിമ പല ഇപ്പോൾ യുവകലാ സാഹിത്യയുടെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രോഗ്രാമിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ പലരുടെയും ഫോട്ടോ എടുത്ത കൂട്ടത്തിൽ ചിരന്തൻ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന സമയത്ത് മമ്മിയൂറിൻ്റെ ആണ് നമ്മളെ ശലഭം കുന്നുകയറുന്നു. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ എൻ്റെ നാട്ടുകാരനാണ് നമ്മുടെ ഇപ്പോൾ ചിരന്തനയുടെ അലീക്ക. അപ്പോൾ അലീക്കയോട് ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ എല്ലാവരുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ടല്ലോ, നമ്മളൊരു പുസ്തകം ഒന്ന്. അപ്പോൾ അയാൾക്കറിയില്ല ഞാൻ എഴുതുമെന്ന്. ഞാനും അത് കാര്യമായിട്ട് ചോദിച്ചതല്ല. പക്ഷേ അതിന് ശേഷം അയാൾ തുടരെ എവിടെ കാണുമ്പോൾ അയാൾ ചോദിക്കും എന്നോട്, ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ആദ്യ പുസ്തകത്തിൻ്റെ പണി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു നോവൽ ഇങ്ങനെ പ്രസിദ്ധീകരണത്തിന് കൊടുക്കുമ്പോൾ സുകുമാരൻ വെങ്ങാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അയാൾ ഇവിടെ 5-6 പുസ്തകങ്ങളിൽ എഴുതിയ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ സുകുമാരേട്ടനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, നോവൽ ഇറക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളൊന്ന് നോക്കൂ. അപ്പോൾ വെള്ളിയോടം പറഞ്ഞു അദ്ദേഹത്തിന് കൊടുത്താൽ മതി. അപ്പോൾ ആ സമയത്ത് പാം പുസ്തകപ്പുര സജീവമായിട്ട് നിൽക്കുന്ന സമയമാണ്. വെള്ളിയോടം, വിജു സി പരവൂർ, അങ്ങനെയുള്ള ആ കൂട്ടായ്മയിലാണ് സുകുമാരേട്ടനുള്ളത്. അപ്പോൾ സുകുമാരേട്ടന് ആ പുസ്തകം കൊടുക്കുകയും അത് അദ്ദേഹം ഒന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ആദ്യത്തെ പുസ്തകം വരുന്നത്. മരുപ്പച്ചകൾ എരിയുമ്പോൾ എന്നുള്ള ആദ്യത്തെ നോവൽ അങ്ങനെയാണ് വരുന്നത്. രാധ ആണല്ലോ മരുപ്പച്ചകൾ എരിയുമ്പോൾ എന്ന നോവലിലെ നായിക രാധയും കൃഷ്ണൻ നായക. രാധ ആയിരിക്കില്ല ആദ്യത്തെ കഥയിലെ ആദ്യത്തെ നായിക, അല്ലെ? അതിനു മുൻപ് കഥകൾ എഴുതിയിട്ടുണ്ട്, തീർച്ചയായും ഞാൻ എഴുതി. രാധ എന്ന് പറയുന്ന കഥാപാത്രം എത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ രാധയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ നാട്ടുംപുറത്തുകാരനാണ്. അപ്പോൾ നാട്ടുംപുറത്തെ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ നോവൽ പോകുന്നത്. അതായത് നാട്ടുംപുറത്തെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത്, ആ നാട്ടുംപുറത്തെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഗൾഫിലേക്ക് വരുന്നത്, പിന്നെ തിരിച്ചു പോകുന്നത്, പ്രവാസിയുടെ കുറേ പ്രശ്നങ്ങൾ അതിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉള്ള ഒരു കഥ സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ നോവലിൻ്റെ പ്രസക്തിയുണ്ട്. എങ്ങനെയായിരുന്നു ആ പുസ്തകത്തെക്കുറിച്ചുള്ള റിവ്യൂകളും? പുസ്തകം നല്ല രീതിയിൽ തന്നെ പോയി. അതുകൊണ്ടാണ് സെക്കൻഡ് എഡിഷൻ വരുന്നത്. സെക്കൻഡ് എഡിഷൻ കൈരളിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ പോയ ഒരു നോവലായിരുന്നു. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ പ്രവാസിയായ എനിക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു. പയ്യന്നൂരുകാരനാണല്ലോ. അതെ. പയ്യന്നൂർ എന്ന സ്ഥലം എഴുത്തിനെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഒരു പ്രവാസിയായിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഓർമ്മകളും കാര്യങ്ങളും സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. പയ്യന്നൂരിന് പറയുന്നത് സാധാരണ ഉത്തര കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് പയ്യന്നൂരിന് പറയുന്നത്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് തന്നെ പറയാം. കാരണം കേരളത്തിലെ പഴനി എന്നാണ് പയ്യന്നൂരിന് പറയുന്നത്. പിന്നെ ഗാന്ധിജി വന്ന 2ാം ബർദോളി എന്ന് പറയുന്ന ഒരു ഇടമാണ്. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉള്ള ഒരിടമാണ് പയ്യന്നൂർ. രാഷ്ട്രീയപരമായ സാംസ്കാരികമായ ഒരു ചരിത്രം അതിനുണ്ട്. അതാണ്. പിന്നെ പയ്യന്നൂർ പവിത്ര മോതിരം എന്ന ഒരു മോതിരം തന്നെ ഏറെ പ്രശസ്തമാണ്. അപ്പോൾ ഈ പണ്ടൊക്കെ വാജ്പേയി അങ്ങനെയുള്ളവരൊക്കെ, മോഹൻലാൽ, അങ്ങനെയുള്ള പ്രമുഖരൊക്കെ അത് അണിഞ്ഞിട്ടുണ്ട്. അത് പയ്യന്നൂർ അമ്പലം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ദർഭപ്പുല്ലിൻ്റെ ഒരു രീതിയിലാണ് അത് നിർമ്മിക്കുന്നത്. അപ്പോൾ അത് അവിടെ പൂജിച്ചിട്ടാണ്, വിശ്വാസപരമായിട്ട് അവിടെ പൂജിച്ചിട്ടാണ് ആ മോതിരം ഓരോരാൾക്ക് കൊടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പ്രമുഖരായ എഴുത്തുകാർ ഇപ്പോൾ CV ബാലകൃഷ്ണനൊക്കെ പയ്യന്നൂർ ഉള്ള ആളാണ്. പിന്നെ ഇപ്പോൾ പുതിയ തലമുറയിൽ സുധാമയാണ്, ഡൽഹിയിൽ നിന്ന് വരുന്ന എഴുത്ത്, അവരൊക്കെ പയ്യന്നൂർ ഉണ്ടായ ആൾക്കാരാണ്. പയ്യന്നൂർ വ്യക്തിപരമായിട്ട് എനിക്കും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. നന്നായി. ഈ എഴുത്തുകാരുടെ ചിത്രം പകർത്തുക എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതിനു മുൻപ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ അച്ഛന് ഈ ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അച്ഛൻ്റെ യാഷിക്ക് ആ പഴയ ക്യാമറയിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. അച്ഛനായിരുന്നു ശരിക്കും എന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് ആകർഷിച്ചത്. പിന്നെ ചെറുപ്പം മുതലേ ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ കോളേജിൽ ആകുമ്പോൾ എൻ്റെ കയ്യിൽ മാത്രമേ ഒരു ചെറിയ ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂട്ടത്തിലുള്ളവരെ. അപ്പോൾ അന്നേരം ഞാൻ ഫോട്ടോ എടുത്ത് ഫോട്ടോയിൽ താല്പര്യം ഉണ്ടായിരുന്നു, ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. കല്യാണ ഫോട്ടോ വരെ ഞാൻ ചെറിയ ക്യാമറയിൽ അന്നേരം എടുത്തിട്ടുണ്ട്. അന്നേരം ഫിലിം വെച്ചിട്ടുള്ള
പിന്നെ ഇവിടെ എത്തിയിട്ട് ആണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ എഴുത്തുകാരെ അല്ല ഞാൻ ഫോട്ടോ എടുത്തത്, ഞാൻ പൊതുവെ എല്ലാ ഫോട്ടോ എടുത്തിരുന്നു. അതായത് പൊതുപരിപാടികൾ, പൊതുചടങ്ങുകൾ, അങ്ങനെയൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിരുന്നു. പിന്നെ ഷാർജ ബുക്ക് ഫെയർ വന്നപ്പോഴാണ് ഒരു സമയം നമ്മൾക്കൊരു 100ഓളം എഴുത്തുകാരെ നമുക്ക് പുതുതായിട്ട് കാണാൻ പറ്റും, അവരെ പരിചയപ്പെടാൻ പറ്റും. അതുമാത്രമല്ല ഇവിടെയുള്ള സാഹിത്യ കൂട്ടായ്മകളിൽ സജീവമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു ആദ്യം തൊട്ടേ. ഇപ്പോൾ പാമ്പുസ്തകപ്പുര, അക്ഷരക്കൂട്ടം, പ്രവാസി ബുക്ക് ട്രസ്റ്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ മാൽക്ക ആയാലും ഇന്ത്യൻ അസോസിയേഷൻ കമ്മിറ്റിയിലായാലും അങ്ങനെ പല കമ്മിറ്റികളിലും ഞാൻ ഉള്ളപ്പോൾ ഇവിടെയുള്ള ഒരുവിധം എഴുത്തുകാരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അടുപ്പം ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെയാണ് ആദ്യം ഫോട്ടോ എടുത്തിട്ട് ഞാൻ പിന്നെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ അവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു അപ്പോൾ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകത്തിൻ്റെ കവറുകളിലൊക്കെ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് എഴുത്തുകാരുടെ ഫോട്ടോ. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പുസ്തകോത്സവങ്ങളും ഈ എഴുത്തുകൂട്ടങ്ങളും ഒക്കെ വളരുന്നതിനനുസരിച്ച് ആ പാഷൻ അങ്ങനെ വളർന്നു. പക്ഷെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് എഴുത്തുകാരുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നീട് ആരും ചെയ്യാത്തൊരു രീതിയിലേക്ക് ആ റെക്കോർഡിലേക്ക് എത്തിക്കാൻ പറ്റിയത്. കാരണം ഇത്രയേറെ എഴുത്തുകാരെ വേറെ ആരും എടുത്തിട്ടുണ്ടാവില്ല ഫോട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ എഴുത്തുകാർക്കപ്പുറം ഗായകരുടേതും ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മലയാളത്തിലെ മുഖ്യധാര ഇപ്പോൾ യേശുദാസ്, ജയചന്ദ്രൻ, ചിത്ര, MG ശ്രീകുമാർ, വേണുഗോപാൽ, അങ്ങനെയുള്ള മുഖ്യധാരയിലെ എല്ലാ പാട്ടുകാരെയും ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 350ഓളം പുതിയ തലമുറയിലെ ഗായകരടക്കം ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കുന്നത് കുറച്ചത്. കാരണം എന്ന് വെച്ചാൽ ഈ പ്രൊഫഷണലി ഫോട്ടോ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ നമ്മളെ സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ അസോസിയേഷനിലെ ഒരു പ്രോഗ്രാമിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ അത് ഫോട്ടോ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ പൈസ വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന നമ്മളെ തൊഴിലാളികളുണ്ടല്ലോ ഫോട്ടോ, അപ്പോൾ അവർക്കത് വലിയ ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ക്രമേണ ഫോട്ടോ എടുക്കാതെ ആയത്. ഇപ്പോൾ ഞാൻ ഷാർജ ബുക്ക് ഫെയറിൽ മാത്രമേ അങ്ങനെ ഫോട്ടോ എടുക്കുന്നുള്ളൂ. ഒരു ഗിന്നസ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. അറിയാൻ താല്പര്യമുണ്ട്. ഗിന്നസ് ബുക്കിലേക്ക് കയറുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല. അത് നമ്മുടെ ഇവിടെയുള്ള ഒരു 1500-ലധികം എഴുത്തുകാർ അവരുടെ സ്വന്തം പുസ്തകത്തിൽ കയ്യൊപ്പ് ചാർത്തിയപ്പോൾ എൻ്റെ പുസ്തകത്തിൽ ഞാൻ കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കടന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ എഴുത്തുകാരുടെ ഫോട്ടോ പകർത്തിയതിനാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്. അത് ഏകദേശം ഒരു ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 500ഓളം എഴുത്തുകാർ വേൾഡ് വൈഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഷാർജ ഭരണാധികാരിയുടെ അടക്കം അദ്ദേഹം എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ഫോട്ടോ ഞാൻ എടുത്തതുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ മുഖ്യധാരയിൽ ഇപ്പോൾ MT മുതലുള്ള പത്മനാഭൻ, സക്കറിയ, അങ്ങനെ എല്ലാ എഴുത്തുകാരും എനിക്ക് ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന ഒരുവിധം എഴുത്തുകാരുടെയൊക്കെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ സുഗതകുമാരിയും ONV കുറുപ്പിൻ്റെയും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടം, അത് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ എഴുത്തുകാരുടെ ചിത്രങ്ങൾ പകർത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പ്രമുഖരുടേത് അല്ലെങ്കിൽ പ്രിയപ്പെട്ട മനുഷ്യരുടേതൊക്കെ എടുക്കുമ്പോൾ അവരുമായിട്ട് ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കപ്പെടാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവുകയാണല്ലോ. പരിചയവൃത്തത്തിൽ ഇല്ലാത്ത പ്രമുഖരുടേത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഈ ചിത്രങ്ങളാൽ? അങ്ങനെ എന്തെങ്കിലും ചിത്രങ്ങളാൽ അങ്ങനെ സംഭവിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു സംവിധായകനാണ്, പ്രിയനന്ദനൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയനന്ദൻ ഇപ്പോൾ പ്രിയേട്ടാന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആയി. അതിന് കാരണം നമ്മുടെ അജ്മൽ ഒരു നാടകോത്സവത്തിന് അദ്ദേഹം വരുന്നതാണ്. അപ്പോൾ ബേബി മുക്കുത്തലയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിനൊന്ന് പോയി കാണാം. അപ്പോൾ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം മരുഭൂമിയിലും കാണണമെന്ന് അദ്ദേഹത്തിന് ഒരാഗ്രഹം. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും, അതുപോലെ ഡെസേർട്ട് ഡ്രൈവ് കഴിഞ്ഞ് തിരിച്ചു വരും. ബേബി ഏട്ടൻ എന്നോട് ഇങ്ങനെ പരിചയപ്പെടുത്തി, ഇയാൾ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നാളെ പോയാലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ പോയി അദ്ദേഹത്തിനെ. ഞാൻ ഒരുപാട് ഈ ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മേഖലയില്ല. അപ്പോൾ എനിക്ക് ഡെസേർട്ടുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരുപാട് ഡെസേർട്ടിൻ്റെ അകത്ത് പോയി, നമ്മൾ ഫുജേറ പോയി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ഡെസേർട്ടിൻ്റെ അകത്ത് പോകാൻ പറ്റി. അപ്പോൾ അത് അങ്ങനെ ഒരു വലിയ സൗഹൃദം ഉണ്ടാകുന്ന അങ്ങനെയാണ്. ഈ ചിത്രങ്ങൾ പകർത്തുന്ന ഒരാളെന്ന രീതിയിൽ പ്രത്യേകിച്ച് ഷാർജ പുസ്തകോത്സവമൊക്കെ ഏത് രീതിയിൽ മാറിയിട്ടുണ്ട്? അതിൻ്റെ തുടക്കകാലത്തൊക്കെയുള്ള ഒരു
ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മീൻസ് അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അല്ല, ഷാർജ പുസ്തകമേള എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിൽ തന്നെ 2ാമത്തെ പുസ്തകമേളയായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ മലയാളികളുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മോഹനാട്ടൻ തന്നെയാണ്. അദ്ദേഹം തരുന്ന ഒരു സ്വാതന്ത്ര്യം, അത് എനിക്കായാലും അവിടെയുള്ള ഓരോ എഴുത്തുകാരനായാലും അത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. അതുപോലെ അവിടെ ഇപ്പോൾ സ്റ്റാളിടുന്ന ഏത് പ്രസാധകരായാലും അവർക്ക് അദ്ദേഹം നൽകുന്നൊരു സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് 7ാം നമ്പർ ഒരു ഹാള് തന്നെ മലയാള പുസ്തകങ്ങൾക്കായിട്ട് വേറെ തന്നെ വെച്ചിരിക്കുന്നത്. ഇത്രയേറെ പ്രകാശനങ്ങൾ നടക്കുന്ന, കഴിഞ്ഞ തവണ ഏകദേശം ഒരു 500 അടുത്ത് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ മലയാളികൾ ഈ പുസ്തകങ്ങളുമായിട്ട് അവർ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാരണം വായനക്കാരില്ലാതെ ഒരു മേള ഇതുപോലെ നടക്കൂല. അപ്പോൾ വായനക്കാർ അതുപോലെ ഉണ്ട്. നമ്മളിപ്പോൾ വായന നശിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം അവരുടെ ട്രോളിയിലാണ് ആൾക്കാർ പുസ്തകം കൊണ്ടുവന്നത്. പുസ്തകം കൊണ്ടുവരും വെറുതെ ഷെൽഫിൽ വെക്കാനല്ല, വായിക്കാൻ തന്നെയാണ്. അപ്പോൾ വായനക്കാരുണ്ട്. പക്ഷേ പൊതുവിൽ എഴുത്തുകാർ തന്നെ വായനക്കാരാവുന്നു എന്ന് പറഞ്ഞൊരു വിമർശനമുണ്ട് നമുക്കൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകങ്ങൾ ചിലവാകില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ പുതിയൊരു പുസ്തകം ഞാനിപ്പോൾ ഇതിനിടെ ഞാൻ ആ കഥാസമരം എൻ്റെ കയ്യിൽ കിട്ടിയില്ല. ഒട എന്ന് പറയുന്ന ഒരു പുസ്തകം. അതപ്പോൾ 2ാമത്തെ എഡിഷൻ, ഇപ്പോൾ 3ാമത്തെ എഡിഷൻ ആവാറായി. അതെന്തുകൊണ്ടാണ്? വായനക്കാരില്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ലല്ലോ. പിന്നെ ഞാനെടുക്കുന്ന ചിത്രങ്ങൾ ഞാനെടുത്താലും വേറെ ആരെടുത്താലും അതൊരു അടയാളപ്പെടുത്തലാണ്. എത്രയോ തലമുറയിലേക്ക് കൈമാറാൻ പറ്റുന്ന ഒരു വലിയ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഓരോ ഫോട്ടോ. അത് എനിക്ക് വലിയ സംതൃപ്തി തരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാൾ പെട്ടെന്ന് ഫോട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്നോട് ചോദിക്കും ആ ഫോട്ടോ അപ്പോൾ അത് 10 വർഷം മുന്നേ എടുത്തായിരിക്കും. ആ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ അത് കൊടുക്കുന്നത് ഒരു വലിയ, എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ആദ്യത്തെ പുസ്തകം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നവരുടെ ഓർമ്മകളിൽ എപ്പോഴും പ്രവീണേട്ടൻ തീർച്ചയായും അല്ലേ? അതൊരു ഭാഗ്യമാണ്. സാഹിത്യ ദർപ്പണം എന്ന ഒരു പരിപാടി നടത്തിയിരുന്നു. എഴുത്തുകാരെ അഭിമുഖം നടത്തിയിരുന്ന, ഡൽഹിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത്. അതിനെക്കുറിച്ച് പറയുക, അതിൻ്റെ അനുഭവം. അത് ഡൽഹിയിൽ നിന്ന് ചെയ്യുന്ന ഓൺലൈൻ റേഡിയോ ആണ്. മെൻഡസ എന്ന് പറയുന്ന ഒരു റേഡിയോ കമ്മ്യൂണിറ്റി ചെയ്തതാണ്. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ UAE മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ 75ഓളം എഴുത്തുകാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അനീഷയെ അടക്കം ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വേറെ ആർക്കും ആ റെക്കോർഡ് ഉണ്ടാവാൻ സാധ്യതയില്ല. എനിക്ക് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും എഴുത്തുകാരെ എനിക്ക് അതിൽ 75 പേരെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു ഭാഗ്യം ഉണ്ട്. അതിലും ഒരു 90% ആൾക്കാർ എൻ്റെ സൗഹൃദ വലയത്തിലാണ്. അതുകൊണ്ട് ആ മെൻഡസ എന്ന പരിപാടി 2 വർഷം കണ്ടിന്യൂസ് ആയി എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ എഴുത്തുകാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ UAE എല്ലാ മുഖ്യധാരയിലുള്ള എഴുത്തുകാരെല്ലാവരും എന്നോട് സഹകരിച്ചിട്ടുണ്ട്. ആരോടും ചോദിച്ചപ്പോൾ ഞാൻ വരില്ല, ഇൻ്റർവ്യൂ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതാ ഒരു ഭാഗ്യം. ഈ സൗഹൃദത്തിനപ്പുറത്തുള്ള ചില എഴുത്തുകാർ അതിനകത്തുണ്ടായിരുന്നല്ലോ. അത് കാരണം UAE വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഖത്തറിലും സൗദിയിലും ചില ആൾക്കാർ അങ്ങനെ പരിചയപ്പെട്ട് അവരിപ്പോൾ സുഹൃത്തുക്കളായി വന്നവരുണ്ട്. നല്ല വായനയുള്ള ആളാണ് തീർച്ചയായിട്ടും, എനിക്കറിയാം. ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് വായിക്കാൻ തിരഞ്ഞെടുക്കുന്നത്? എനിക്ക് പൊതുവേ നോവൽ വായിക്കാനാണ് താല്പര്യം. നോവലും കഥകളാണ് വായിക്കാൻ കൂടുതൽ താല്പര്യം. കവിതകൾ നമ്മളിപ്പോൾ സുഹൃത്ത് വലയത്തിലുള്ളവരെ കവിതയാണെങ്കിൽ വായിക്കും. എനിക്ക് ഇഷ്ടം ഇപ്പോൾ TD രാമകൃഷ്ണൻ, ബെന്യാമിൻ, KR മീര എന്നിവരെ ഒക്കെ എഴുത്തുകളാണ് കൂടുതൽ എനിക്ക് താല്പര്യം. ഇപ്പോൾ KR ആകുമ്പോൾ അവരുടെ എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ആ ശൈലി, വേ ഓഫ് റൈറ്റിംഗ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ അവരെ വായിച്ചിട്ടുണ്ട്. പക്ഷേ TD രാമകൃഷ്ണനാണ് എനിക്ക് പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിന് കഴിഞ്ഞ പുസ്തകമേളയിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. TD രാമകൃഷ്ണൻ്റെ മാമ ആഫ്രിക്ക, അതിൽ ഒരു തടാകത്തിലെ ഒരു കന്യക വന്നിട്ടുള്ള ഒരു സീനുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളത് നിങ്ങളുടെ ഭാവനയിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്ന പോലെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കയറുന്ന അത് പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും വന്നിട്ട് അത് എഴുതാൻ പറ്റുമോ എന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റില്ല. ആ സമയത്ത് എൻ്റെ മനസ്സിൽ അങ്ങനെ വരുന്നതാണ് ആ സമയത്ത് ഞാൻ എഴുതുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നൈമിഷികമായിട്ടുള്ള അല്ല, ചിലപ്പോൾ നമ്മളിപ്പം എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ രാത്രി ഉറക്കത്തിലായിരിക്കും ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നത്. അത് അന്നേരം എഴുതിയില്ലെങ്കിൽ രാവിലെ അത് ആലോചിച്ചെടുക്കാൻ അതിന്റെ ഭംഗിയോടെ അത് തിരിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില എഴുത്തുകൾ.
പ്രവീണേട്ടൻ കുടുംബത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. എഴുത്തിലേക്ക് വരുന്നതിന് കുടുംബം എത്രമാത്രം സപ്പോർട്ട് ചെയ്തിരുന്നു, ഇപ്പോഴും എങ്ങനെയാണ് സജീവമായിട്ട് നിലനിൽക്കുന്നതിനും ഇത്തരം സാഹിത്യ പരിപാടികൾ, സാഹിത്യ കൂട്ടായ്മകൾ അതിലൊക്കെ ഇടപെടുന്നതിനുമൊക്കെയുള്ള ഒരു തീർച്ചയായും അതൊരു സങ്കടകരമായ കാര്യമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് കുടുംബത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടാറില്ല. ഞാൻ ഈ ഇങ്ങനെ എഴുതിയിട്ടും ഫോട്ടോ എടുത്തിട്ട് നടക്കുന്ന ഒരു രീതിയോട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതൊരു ഭയങ്കര സങ്കടകരമാണ്. കാരണം എൻ്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ മാമന്മാരൊക്കെ അധ്യാപകരൊക്കെ ആയിരുന്നു, സ്വന്തം സ്കൂളുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ സ്വന്തം സ്കൂളിൽ ചെറുപ്പത്തിൽ പഠിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്കൊന്നും ഒരു ലൈബ്രറിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അവരങ്ങനെ ഒരു വായന രീതികളോ ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ കുടുംബത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രവീൺ പാലക്കിൽ എന്ന് പറഞ്ഞാൽ പാലക്കിൽ തറവാട്ടിലെ ആരും എഴുത്തുകാർ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് വളരെയധികം പ്രോത്സാഹനം ലഭിക്കുന്ന എഴുത്തുകാരായ സുഹൃത്തുക്കൾ നമുക്കുണ്ടല്ലേ. അങ്ങനെ സപ്പോർട്ട് ലഭിക്കാതിരിക്കുമ്പോൾ അത് എത്രത്തോളമാണ് നമ്മുടെ എഴുത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്? അല്ല, തീർച്ചയായും ഞാൻ എഴുത്തുകാരൻ എന്ന് പറയാൻ ഒന്നും ആയില്ല, എങ്കിലും ഒരു കഥാസമാഹാരവും ഒരു നോവലും കുറച്ച് എഴുത്തുകൾ. ഇപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന വെള്ളിയോടനാണ്, ഇവിടുത്തെ യുഎയിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ, എഴുത്തുകാരനൊക്കെയാണ്. അപ്പോൾ വെള്ളിയോടനെ പോലെ സലീമയ്യനേത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ സുകുമാർ ഏട്ടൻ, അങ്ങനെയുള്ള പിന്നെ അക്ഷരക്കൂട്ടത്തിൽ നമ്മൾക്കുള്ള ഒരു, ഞാനിപ്പോൾ അഡ്മിനിലാണ്, അതിൽ നമ്മളെ ഇസ്മയിൽ മേലടി, EK ദിനേശൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോൾ ഷാജി ഹനീഫ്. പക്ഷേ വെള്ളിയോടൻ എന്നും എഴുതാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നെ മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലെ എല്ലാവരെയും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കര സപ്പോർട്ട് എനിക്ക് എഴുത്തിൽ ഉണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ അടുത്തൊരു കഥാസമരം എന്താ ഇറക്കാത്തതെന്ന് ഡെയിലി ചോദിക്കുന്ന ഒരാൾ വെള്ളിയോടനാണ്. അതൊരു സൗഹൃദങ്ങൾ എഴുത്തിനെ വല്ലാതെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. പ്രത്യേകിച്ച് ഈ പ്രവാസ ലോകത്തെ സൗഹൃദങ്ങൾ പ്രത്യേകമായി നമ്മളെ അതിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായും. ഇപ്പോൾ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്നും അങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ എൻ്റെ അയൽവക്കക്കാരനായ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ അഖിൽ കെ, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത പയ്യന്, അവനും ഒരു സുപ്രഭാതത്തിൽ ഇത് പറഞ്ഞ പോലെ അവൻ്റെ എഴുത്ത് എത്ര ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം എഴുതി തുടങ്ങി. നീലച്ചടയൻ എന്ന പുസ്തകം, സിംഹത്തിൻ്റെ കഥ, അങ്ങനെ നോവലുകൾ. ഇപ്പോൾ മുത്തപ്പനെ കുറിച്ചൊരു നോവൽ വരാൻ പോകുന്നു. അപ്പോൾ അവനും ഇത് പറഞ്ഞ പോലെ ആരും അങ്ങനെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലൊരു നല്ല വായനശാലയുണ്ട്. ഞാൻ ഇത്തവണ അവിടെ പോയപ്പോൾ ആരും പുതുതലമുറയല്ല പഴയ തലമുറ ആരും വായിക്കാനൊന്നും അവിടെ ഇല്ല. താഴത്തെ ശങ്കരൻ സ്മാരക ഒരു വായനശാലയുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് അങ്ങനെ നീ എഴുതെന്ന് പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ്, ഇപ്പോഴാണ് ഒരു 10 വർഷത്തിന് ശേഷമാണ് സാഹിത്യ കൂട്ടായ്മയുള്ള ആൾക്കാർ വരികയും എഴുതാനും ഒക്കെ. അപ്പോൾ ഒരുപക്ഷെ നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് പറിച്ചു നടപ്പെട്ട മനുഷ്യരായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളിങ്ങനെ എഴുത്തിനെയും വായനയും ഭാഷയെയും കൂടുതൽ നെഞ്ചോട് ചേർക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു, നാട്ടിൽ പോകുമ്പോൾ അവിടെ വായന എന്ന് പറയുന്നതിന് ഒരു ഇടിവ് സംഭവിച്ചതായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്ന ഒന്നിനെ കൂടുതൽ നെഞ്ചോട് ചേർക്കാനുള്ള സ്വാഭാവികമായ ഒരു ത്വര നമ്മളിലൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട് അനീഷ. നമ്മുടെ ഉള്ളിൽ ഒരു സർഗാത്മകത ഇല്ലെങ്കിൽ ഒരാൾക്ക് എഴുത്തുകാരനാവാൻ പറ്റില്ല. കാരണം ഇവിടെ എത്രയോ ആൾക്കാരുണ്ട് ഈ പ്രവാസ ലോകത്തിൽ ഇതുവരെ പുസ്തകം കാണാത്തവർ. 10-30 വർഷമായിട്ട് ഇവിടെ പുസ്തകം കിട്ടുമോ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി? എല്ലാവരും ജോലിയുടെ തിരക്കിലാണ്. വളരെ കുറച്ച് പേര് മാത്രം ഈ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ എഴുത്തുകാർ എന്ന് പറയുന്നത് അവർക്ക് സർഗാത്മകമായിട്ട് എന്തെങ്കിലും ഒരു കഴിവുള്ളവരായിരിക്കും എഴുത്തിലേക്ക് വരുന്നത്. അല്ലാതെ ഒരു മനുഷ്യനെങ്ങനെ പെട്ടെന്ന് ഒരു എഴുത്തുകാരനാവാൻ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെ സുഹൃത്ത് ഇപ്പം മനോജ്. ഓനെല്ലാം 19 വയസ്സിന് ശേഷമാണ് ആദ്യത്തെ എഴുതുന്നതും കഥാസമരം പുറത്തിറങ്ങുന്നതും. പക്ഷേ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിലൊരു എഴുത്തുകാരൻ ഉണ്ടായിരിക്കും. ഇല്ലാതെ പെട്ടെന്ന് അങ്ങനെ പ്രോത്സാഹനം കൊണ്ട് മാത്രം ഒരാൾക്ക് എഴുത്തുകാരനാവാൻ പറ്റില്ലല്ലോ. സാധിക്കില്ല. പുതിയ പുസ്തകത്തിൻ്റെ പദ്ധതികൾ ഉണ്ടാവുമല്ലോ? തീർച്ചയായും അതുണ്ട്. പക്ഷേ ഇത്തവണ പുസ്തകമേളയിലേക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. 5-8 കഥകളായിട്ടുണ്ട്, ഒരു 10 കഥ ആയിട്ട്. അതിനുശേഷം ഈ പുസ്തകമേളയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ കാലമായല്ലോ. 25 മിനിറ്റാണ് അതിൻ്റെ സമയം. പക്ഷേ ഒരു 15 മിനിറ്റേ അവിടെ കിട്ടൂ. ഈ 15 മിനിറ്റിനുള്ളിൽ പുസ്തകം പ്രകാശനം ചെയ്യണം. അതുമാത്രമല്ല, എഴുത്തുകാരൻ അവിടെ സംസാരിക്കാൻ ഒരവസരം കിട്ടാറില്ല സാധാരണ നാം കാണുന്നത്. കാരണം അദ്ദേഹം നന്ദി പറയേണ്ട അവസാനമായിരിക്കും. കാരണം പ്രകാശനം ചെയ്യുന്ന ആൾ പറയും, അത് ഏറ്റുവാങ്ങുന്ന ആൾ പറയും, ആശംസകൾ പറയും. അപ്പോൾ ഈ പ്രകാശനം ഈ
പുസ്തകത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ആ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും അവിടെ പറയാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വേണ്ട എന്ന് കരുതും. കഥകൾ, പുതിയ കഥകൾ ആദ്യത്തെ പുസ്തകം വന്നതിൽ നിന്നും എത്രത്തോളം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് പ്രവീണേട്ടൻ്റെ എഴുത്ത് സ്വയം നിരീക്ഷിക്കുമ്പോൾ? എനിക്കത് എനിക്ക് തന്നെ ഒരു സംതൃപ്തി തരുന്നുണ്ട്. കാരണം ഞാനത് സാധാരണ നമ്മുടെ മനസ്സ്, ഒരു പ്രവാസിയുടെ മനസ്സ് എപ്പോഴും നാട്ടിലേക്കാണ് പോവുക. നമ്മുടെ നാട്ടിലെ കുറേ ഓർമ്മകൾ അങ്ങനെ. എൻ്റെ ഈ പുതിയ ഇപ്പോൾ കഥകൾ എഴുതിയതിൽ മിക്ക കഥകളും പ്രവാസത്തിലും വെളിയിലെ പ്രദേശത്താണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, പേര് പറയാൻ പറ്റില്ല, അത് വിദേശത്താണ് സംഭവം നടക്കുന്നത്. കാരണം ഞാനത് മത്സരത്തിൽ അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്ത് പറയുന്നില്ല. അപ്പോൾ ഞാൻ നാട്ടിലെ കഥകളും അത് മാറ്റിയിട്ട് മറ്റ് ദേശങ്ങളിലേക്കും അവിടുത്തെ സംസ്കാരങ്ങളിലേക്കും കഥകൾ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതാണ് സ്വാഭാവികമായിട്ടും ആ നാട്ടോർമ്മകളും ആദ്യത്തെ പുസ്തകത്തിൽ അതാണ്, നാട്ടോർമ്മകളും കുറേ അധികം മണ്ണിനെ തൊടുന്ന വിഷയങ്ങളും ഒക്കെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അല്ല, അതൊരു പൊതുവെ ഒരു ക്ലീഷേ ആയി മാറി. കാരണം നമ്മളത് തന്നെ വായിച്ച് പുതുമ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒന്ന് തീർച്ചയായിട്ടും അത് നമ്മൾ പരുവപ്പെടുത്തുമല്ലോ. നമ്മളുടെ വായനാലോകവും എഴുത്തും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും വ്യാപരിക്കുമ്പോൾ എഴുത്തിന് മാറ്റം വരും. അപ്പോൾ ആ മാറ്റത്തിൽ സംതൃപ്തനാണല്ലേ? തീർച്ചയായും. പ്രവാസികളായ എഴുത്തുകാരെ, പ്രവാസി എഴുത്തുകാർ എന്ന ഒരു മുദ്രണം നടത്തി അത്തരത്തിൽ മാറ്റി നിർത്തുന്ന ഒരു അനുഭവം പലരും അല്ല, അത് ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് പറയുന്നതാണ്. പക്ഷേ ഇവിടെയുള്ള ഇപ്പോൾ സോണിയ റഫീഖ്, അനിൽ ദേവസി, ഷീല ടോമി, സൗദിയിൽ നിന്നാണെങ്കിൽ നമ്മൾ സബീന എം സാലി, വെള്ളിയോടൻ, അങ്ങനെയുള്ളവരുടെയൊക്കെ എഴുത്തുകൾ നമ്മൾ നാട്ടിലിപ്പോൾ വരുന്ന കഥകളിലേക്കാളും എത്രയോ മെച്ചപ്പെട്ട കഥകളായിട്ടാണ് എനിക്ക് തോന്നാറ്, നോവലുകൾ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റി ഇപ്പോൾ അതിൻ്റെ ആ ഒരു വേർതിരിവിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ പ്രവാസത്തിലാണ് ഉള്ളത് എന്നതുകൊണ്ട് മാത്രം പ്രവാസി എഴുത്തുകാരാവുന്നതാണ്. മറ്റേ എഴുത്തിലൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ പ്രവാസികളായ വായനക്കാരുടെ വിലയിരുത്തലിന് അത്രത്തോളം വില കൽപ്പിക്കേണ്ടതില്ല എന്ന ഒരു പക്ഷവും അതിലും അർത്ഥമില്ലല്ലോ, സ്വാഭാവികമായിട്ടല്ലേ? അല്ല, ഇപ്പോൾ മുഖ്യധാര എഴുത്തിൽ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പേരുകളൊക്കെ അവരൊക്കെ മുഖ്യധാരയിൽ വന്ന എഴുത്തുകാരാണ്. ഇപ്പോൾ ഹെർബേറിയം, സോണി, അതിപ്പോൾ പാഠഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കവിതകൾ നമ്മുടെ കമറുദ്ദീൻ ആമയം, അനൂപിൻ്റെ, അവരൊക്കെ ഇപ്പോൾ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രവാസ എഴുത്ത് എന്ന് വേർതിരിവിൻ്റെ ആവശ്യമില്ല, അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. തീർച്ചയായും. ലിഫ്റ്റിനടുത്തെ 13-ാം നമ്പർ മുറി എന്നത് കൗതുകമുണർത്തുന്ന ഒരു പേരായിരുന്നു. ആ കഥാസമാഹാരത്തിലെ ഒരു കഥയാണത്. തീർച്ചയായും അത് പ്രവാസത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇവിടെ ലിഫ്റ്റിൽ 13-ാം നമ്പർ മുറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ്. അത് വായനക്കാർക്ക് ഒരു ആകർഷണം, കാരണം നമ്മൾ അൺലക്കി 13 എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അത് സംഭവം എന്നറിയാൻ മാത്രം അതിനൊരു പേരങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. വേറെ അതിൽ കഥയിൽ വലിയ പുതുമയിൽ ഉണ്ടാവാൻ സാധ്യത, കാരണം ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. അതിൽ മിക്ക കഥകളും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന അപൂർവ മനുഷ്യരുടെ പേരുകളിൽ ഒന്നാമതായി പ്രവീണേട്ടൻ്റെ പേര് പറഞ്ഞു കേൾക്കാറുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. അതായത് നമ്മളെ എഴുത്ത് മാത്രം മറ്റുള്ളവർ വായിച്ചാൽ മതി എന്നുള്ളൊരു രീതിയോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം അവർക്ക് എഴുതാൻ കഴിവുണ്ടെങ്കിൽ അവരെ നമ്മൾ തീർച്ചയായും പ്രോത്സാഹനം നൽകേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ നന്നായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എങ്ങനെ പുസ്തകം പ്രകാശനം ചെയ്യണം, എന്താണ് അതിൻ്റെ ഒരു വഴിയുണ്ടല്ലോ, അതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഞാൻ 5 പുസ്തകങ്ങൾ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ആൾക്കാരുടെ പുതുവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ, അവർ ഇപ്പോൾ ഏറ്റവും നല്ല കഥ പ്രവാസ ലോകത്ത് എഴുതുന്ന ആൾക്കാരിൽ ആൾക്കാർ, അത് വലിയൊരു സന്തോഷമായി. ഇപ്പോൾ ഹുസ്ന, മനോജ്, റസീന ഹസൻ, പിന്നെ അതിൽ പിന്നെ റസീന KP, പിന്നെ സൈഫുദ്ദീൻ തൈക്കണ്ടി, 5 പേരാണ്. സൈഫുദ്ദീൻ്റെ മുന്നേ പുസ്തകം വന്നിട്ടുണ്ട്, റസീനയുടെ വന്നു. പക്ഷേ ഈ ഹുസ്നയുടെയൊക്കെ ഇപ്പോൾ ഏറ്റവും മികച്ച കഥകൾ വരുന്നുണ്ട്, മനോജിൻ്റെ നല്ല കഥകൾ വരുന്നുണ്ട്. ഇപ്പോൾ റസീന ഹസൻ്റെ പുതിയ നോവൽ വരാൻ പോകുന്നു. കാരണം നമ്മൾ അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാനുള്ള അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായതുകൊണ്ട് അവരിനി നല്ല രീതിയിൽ കഥകൾ കൊണ്ടുവരും. അതൊരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായും നമ്മളെ കണ്ടെത്തൽ ഒരിക്കലും മോശമായിട്ടില്ല. എഴുതുക എന്നുള്ളത് മാത്രമല്ല, എഴുത്തുകാരെ കണ്ടെത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. അതെ. കാരണം അതിനുള്ള സാഹചര്യം നമുക്കുണ്ട്. ഒന്നാമത് ഞാൻ അക്ഷരക്കൂട്ടത്തിൽ അതിൻ്റെ അഡ്മിനായിട്ടുണ്ട്. നമ്മൾ പാമ്പുസ്തകരുടെ അതിൻ്റെ അഡ്മിനാണ്. അങ്ങനെ
നമ്മൾ ഇവിടെയുള്ള മുഖ്യധാരയിലുള്ള എല്ലാ സാഹിത്യ കൂട്ടായ്മയിലും ഭാഗമായതുകൊണ്ട് എഴുത്തുകാരെ നമ്മളടുത്തേക്ക് അവർ വരും. ഒരു കഥയും കൊണ്ട് അല്ലെങ്കിൽ ഒരു പുസ്തകം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വരുമ്പോൾ, പക്ഷേ ഹുസ്നയും മനോജിനെയും നമ്മൾ അങ്ങോട്ട് പോയി അവരെ തേടിയെത്തി കണ്ടുപിടിച്ച ആൾക്കാരാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷം. എഴുത്തിനും സാഹിത്യ സംരംഭങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഫോട്ടോഗ്രാഫിയും ഒരു തരത്തിലുള്ള മടുപ്പുകളും ഇല്ലാതെ അത് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ്. ഏറെ സന്തോഷം അനീഷ. കാരണം ഈ പരിപാടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരുപാട് എഴുത്തുകാരെ, എൻ്റെ അഭിപ്രായത്തിൽ പുതിയ എഴുത്തുകാരെ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വിശേഷങ്ങൾ ലോകത്തിന് അറിയിക്കാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു ഈ പരിപാടിക്കും അനീഷയ്ക്കും. തീർച്ചയായും.